ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിലെ കൂടെയുള്ളത് അക്ഷയ് പ്രകാശാണ്. യെസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. ഇനി ഏതായാലും എൻ്റെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വന്നതല്ലേ, കൂടുതൽ സുഖമാവട്ടെ എന്ന് ഞാനൊക്കെ പ്രാർത്ഥിക്കുകയുണ്ടോ. എന്തായാലും ഒരു പല്ലുപൊരിക്കൽ സീനൊക്കെ കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ പെയിനുള്ളത് കൊണ്ട് തന്നെ എത്രമാത്രം എൻ്റെ സൗണ്ട് ക്ലിയർ ആവുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ബൈ ദ വേ, നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് എൻ്റെ കുറച്ച് ലവ് തോട്ട്സൊക്കെയാണ്. കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള, കുറച്ച് റൊമാൻറ്റിക് ആണോ, യെസ് ആയിരിക്കും. അങ്ങനെയുള്ള റീൽസൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യാറുണ്ട്. ഒരുപാടല്ല, കുറച്ച് ആൾക്കാർ മെസ്സേജ് ചെയ്യാറുണ്ട് അവരുടെ സങ്കടങ്ങളും അവരുടെ സ്റ്റോറീസൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു ദിവസം ഏതാണ്ട് രാത്രി 2 മണി എങ്ങോട്ടായപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എടോ, താൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, തനിക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു മെസ്സേജ് ആയിരുന്നു. സംഭവം ഞാൻ ഈ മെസ്സേജ് കാണുന്നത് നെക്സ്റ്റ് ഡേ ആയിരുന്നു. ഞാൻ ആദ്യം കരുതിയ വല്ല ഫേക്ക് ആയിട്ട് വല്ല ആയിരിക്കുന്നതായിരുന്നു. അല്ല, അങ്ങനെ കുറച്ച് മെസ്സേജ് ഒന്നും പരിചയമുണ്ടേ, പക്ഷേ ദാറ്റ് വാസ് ജെന്യുവൻ എന്നുള്ളതാണ്. അവൾ എൻ്റെ അടുത്ത് സംസാരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, ആരോടും സംസാരിക്കാൻ പറ്റാണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരു ലിസണർ ഉണ്ടായപ്പോൾ കിട്ടിയൊരു ഹാപ്പിനെസ് ഒക്കെ പറഞ്ഞു കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഐ വാസ് സോ പ്രൗഡ് അബൌട്ട് മീ എന്നുള്ളതാണ്. സംഭവം എന്താ വെച്ചാൽ, അവളുടെ ബോയ് ഫ്രണ്ട് അവളുടെ പഴയ പോലെ സംസാരിക്കുന്നില്ല, അവർ അറ്റാച്ച്മെൻറ്റൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ കുറച്ച് ക്രിഞ്ച് അടിക്കുന്നറിയാം. ടു ബി ഹോണസ്റ്റ്, ഐ ടു ഫെൽ ദ സെയിം എന്നുള്ളതാണ്. പക്ഷേ അവൾ ഓരോ ഇൻസിഡൻസ് ഒക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഐ ട്രൂലി ഫെൽ സാഡ് അബൌട്ട്. അവൻ ഓരോ തവണ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഈ കുട്ടിയുടെ സ്നേഹം ഇങ്ങനെ കൂടി വരികയായിരുന്നു. ബിക്കോസ് അവർ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ്, ആ ഇയേഴ്സ് ഓഫ് ലവ് എല്ലാം അവളെ അത്രമാത്രം അറ്റാച്ച്ഡ് ആക്കിയിരുന്നതിലാണ്. അവൾ പെട്ടെന്ന് ഒരാളിങ്ങനെ തന്നെ അവോയ്ഡ് ചെയ്യുന്ന കാണുമ്പോൾ തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ലവ്, ആ ഒരു കെയർ അതൊക്കെ ഇല്ലാണ്ടാകുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം. ടു ബി ഓണസ്റ്റ്, ഐ ടു ഫെൽ സാഡ് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് റിലേറ്റബിൾ ആയിരുന്നു. യെസ്, റിലേറ്റബിൾ ആയിരുന്നു എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലും അതുപോലെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ കഥയിലെ വില്ലൻ സത്യം പറഞ്ഞാൽ ഞാനായിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു കഥ കേൾക്കുമ്പോൾ എൻ്റെ ഒരു ഗുഡ് ഇമേജൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നറിയാം. ബട്ട് ഐ ഷുഡ് ടെൽ യു ദിസ്. യെസ്, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ കോളേജിലെ ടൈം ഒരു വൺ സൈഡിലേക്ക് ആകെ ചളവായിട്ട് ലാസ്റ്റ് ഒരു കൊച്ചിൻ്റെ അടുത്ത് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞൊരു ടൈം. ആക്ച്വലി ഐ ഡിഡ്ന്റ് ടെൽ ഹർ, പക്ഷേ സംഭവം അതങ്ങനെ ആയതായിരുന്നു. അങ്ങനെ ഒരു മന്ത് കഷ്ടിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോയി. പക്ഷേ പെട്ടെന്ന് ഞാനൊക്കെ മനസ്സിലാക്കി തുടങ്ങി ഐ ഡിഡ്ന്റ് ലവ്. അത് പഴയ ഒരു സ്റ്റോറി മറക്കാനായിട്ട് വേണ്ടി മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് കാര്യം പറഞ്ഞു, പക്ഷേ അവൾ ട്രൈ ചെയ്തുകൂടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനൊന്നും കേൾക്കാൻ നിന്നിട്ടില്ല എന്നുള്ളതാണ്. അവൾ ആ ഒരു വിഷമത്തിൽ ഒരുപാട് കാലം മിണ്ടാണ്ടായി. എനിക്കറിയാം അത് എത്രമാത്രം ഹേർട്ട് ചെയ്തിട്ടുണ്ടാകുന്നുള്ളത്. ബട്ട് ആ ഒരു ടൈമിൽ എനിക്ക് അങ്ങനെ ചെയ്യാനായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈമായിരുന്നു. ഞാൻ ചെയ്തത് ശരിയാണെന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ പറയുന്നേ അല്ല, ബട്ട് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്നുള്ളതാണ്. ബട്ട് ഇതൊന്നും ഞാൻ ചെയ്ത മിസ്റ്റേക്കിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല എന്നറിയാം. ബട്ട് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്രണയം ഉണ്ടായി. അതിനെ പറ്റിയിട്ട് ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളവരുടെ അവിടെ പോയി കേൾക്കുക. നമ്മൾ പറഞ്ഞു വന്നത് ഈ ലവ് എന്ന് പറയുന്ന ഒരു സംഭവം അതിങ്ങനെ കുറയോ, ആക്ച്വലി ഈ സംഭവം കുറയോ എന്നുള്ളതാണ്. വാട്ട് ഐ ബിലീവ് ഈസ്, നമ്മളെ ഒരാൾക്ക് അത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പോലും ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ഇല്ല എന്നുള്ളതാണ്. ബാക്കിയെല്ലാം വെറും പൊള്ളയാണെന്ന് തോന്നുന്നു. അത്രമേൽ പ്രിയപ്പെട്ട ഒരാളെ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം വെറുക്കാൻ പറ്റുക? ഇവിടെ എന്ത് ഫൈറ്റ് ഉണ്ടായാലും അതൊക്കെ നമുക്കൊന്നിരുന്ന് സോൾവ് ചെയ്യാമെന്ന് പറയുന്ന ഒരു പാർട്ട്ണറിനെ അല്ലാതെ അനാവശ്യ വഴക്കോ അകൽച്ചയൊക്കെ കാണിച്ചിട്ട് നമ്മളിന്ന് പിരിഞ്ഞു പോകുന്ന ഒരാളെയാണെന്ന് നമുക്ക് പാർട്ട്ണറായിട്ട് വെക്കേണ്ടത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ കുറച്ച് ലവ് തോട്ട്സൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വി ആർ ഓൾ സെർച്ചിങ് ഫോർ അവർ ഫോർ എവേഴ്സ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. യെസ്, നമുക്ക് നമ്മുടെ ഫോർ എവർ പാർട്ട്ണറിനെയൊക്കെ കണ്ടെത്താൻ സാധിക്കട്ടെ. പ്രണയം പൂക്കട്ടെ, തിളക്കട്ടെ, കായ്ക്കട്ടെ. എന്തായാലും എൻ്റെ പെയിൻ ഇങ്ങനെ കുറച്ച് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്. കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ നമുക്കിത് വീണ്ടും കാണാം. ബൈ.